ഹലോ എവ്രിവൺ, എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSC നടത്തുന്ന കേരള വാട്ടർ അതോറിറ്റി എന്ന ബോർഡിലേക്ക് വേണ്ടിയിട്ടുള്ള ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ അതിനകത്ത് കെമിസ്ട്രിയിൽ മോഡ്യൂൾ 1 ഇലക്ട്രോ കെമിസ്ട്രി, സർഫസ് കെമിസ്ട്രി അങ്ങനെയുള്ള 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ടോപ്പിക്കിലാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ല്. അപ്പൊ അത് എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോ കെമിസ്ട്രി എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി, ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി കൺസേൺ വിത്ത് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. അതായത് ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ആ ഒരു കൺവേർഷനും കാര്യങ്ങളും അതിന്റെ ആ ഒരു സ്റ്റഡിയാണ്, അതിന്റെ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ശരിക്കും ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 കാര്യങ്ങളാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലും അതുപോലെ തന്നെ ഇലക്ട്രോലിറ്റിക് സെല്ലും. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് chemical energy of some redox reactions to electrical energy. എന്താ പറയുന്നത് ശ്രദ്ധിക്കുക, കാരണം എന്താ വെച്ചാൽ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറയുന്നത്. അതിന്റെ എനർജി കൺവേർഷൻ നമ്മൾ തീർച്ചയായും നോട്ട് ചെയ്ത് വെക്കണം. അതായത് കെമിക്കൽ എനർജീനെ റിഡോക്സ് റിയാക്ഷൻ വഴി ഇലക്ട്രിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യുക. അങ്ങനെയുള്ള സെല്ലിനെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗാൽവനിക് സെല്ലും ഒന്ന് ഇലക്ട്രോലിറ്റിക് സെല്ലുമാണ്. ഓക്കെ, ഇലക്ട്രോലിറ്റിക് സെല്ല് ശരിക്കും വേറെ, അതിന്റെ എനർജി കൺവേർഷൻ വേറെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. സോ ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ആലോചിക്കുക, ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഈ ഗാൽവനിക് സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല്. മാറിപ്പോവരുത്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഗാൽവനിക് സെല്ല്. ഒരു ഗാൽവനിക് സെല്ലിന് ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക. നോക്കൂ, അവിടെ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ വേറെ പേരാണ് വോൾട്ടൈക് സെല്ല്. ഓക്കെ, ഗാൽവനിക് സെല്ലിന്റെ വേറെ പേരാണ് വോൾട്ടൈക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, അതിന് എക്സാമ്പിൾ നമ്മൾ ഡാനിയൽ സെൽ എന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി എന്താണ് ഡാനിയൽ സെൽ എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, 2 ബീക്കർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, 2 ബീക്കർ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് എന്തുണ്ട്? സൊല്യൂഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? ആ സൊല്യൂഷൻസിന്റെ പ്രത്യേകതയും അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഒന്നെന്ന് പറയുന്നത് സിങ്ക് ആണ്. ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത്. സോ അതിനകത്തുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആയിരിക്കും. നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്, സോ ആ സിങ്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുക. സോ ഇവിടെ നോക്കൂ, ഏതായിരിക്കും? ZnSO4. ഓക്കെ, സൊല്യൂഷൻ കണ്ടെയ്നിങ് സോൾട്ട് ഓഫ് സിങ്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മിക്കവാറും ZnSO4 ആയിരിക്കും. അതുപോലെ റൈറ്റ് സൈഡില് കോപ്പർ എന്ന ഇലക്ട്രോഡ് ഉള്ളത്. സോ ഇവിടെ ഉള്ളത് ഏതായിരിക്കും പറഞ്ഞേ? യെസ്, കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ഇനി 2 ഇലക്ട്രോഡ് ഉണ്ടെന്നും പറഞ്ഞു. ഈ 2 ഇലക്ട്രോഡിനെ നമുക്ക് കണക്ട് ചെയ്യണം, അല്ലെ? കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു വയർ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അതെന്തിനായിരുന്നു? കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട്. മിക്കവാറും ഇവിടെ ഒരു വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ അല്ല നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്ലോ ഓഫ് കറണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോ 2 ബീക്കറിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് തന്നെ ആ ടോട്ടൽ ആയിട്ടുള്ള റിയാക്ഷനെ നമ്മളൊന്ന് കണക്ട് ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരാളാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഇത്രയാണ് ഒരു ഗാൽവനിക് സെല്ല്, അതായത് ഒരു ഡാനിയൽ സെല്ലിന്റെ ഒരു ഓവറോൾ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. 2 ബീക്കർ ഉണ്ട്, ശ്രദ്ധിക്കുക. സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, അതുപോലെ കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. പിന്നെ എന്തുണ്ട് അവിടെ? ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിലുള്ള പോയിന്റുകൾ വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. നോക്കൂ, ആദ്യം നമ്മൾ പറഞ്ഞു എനർജി കൺവേർഷൻ പറഞ്ഞു, അല്ലെ? എന്തായിരുന്നു? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. പിന്നെ ഇതെന്താ? ഒരു വോൾട്ടൈക് സെല്ലാണ്. ഇതിന് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്.
ഇനി അതെങ്ങനെയാണ് നോക്കൂ. സിങ്ക് റോഡ് എവിടെയാണ്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും അതുപോലെ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ? ഈ രണ്ട് സൊല്യൂഷൻസും കണക്ട് ചെയ്തത് ഏത് വഴിയാണ്? വയർ യൂസ് ചെയ്തിട്ടാണ് ത്രൂ എ വോൾട്ട്മീറ്റർ. അതാ ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞല്ലോ, വോൾട്ട്മീറ്റർ അല്ലെങ്കിൽ ഉണ്ടാവുന്നത് അതുപോലെ എന്തെങ്കിലും ഉണ്ടാവുന്ന. അപ്പൊ നോക്കൂ, എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ടുള്ളത് മെറ്റാലിക് വയർ വെച്ചും അതുപോലെ ഇന്റേണലി കണക്ട് ചെയ്തിട്ടുള്ളത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഇന്റേണലി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോൾട്ട് ബ്രിഡ്ജ് വഴിയാണ്. നെക്സ്റ്റ് ഇവിടെ എവിടെ ഇപ്പൊ എന്തുണ്ട്? ഒരു ഹാഫ് സെൽ റിയാക്ഷൻസ് അവിടെ നടക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇലക്ട്രോളിസിസ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്, അല്ലെ? ഇലക്ട്രോലൈറ്റ് ഉണ്ട്, കറണ്ട് ഉണ്ട്, അപ്പൊ എല്ലാം കൊണ്ട് ഇലക്ട്രോളിസിസ് ആണ് നടക്കുന്നത്. സോ അവിടെ എന്ത് സംഭവിക്കാം? ഓക്സിഡേഷൻ സംഭവിക്കാം, അതുപോലെ തന്നെ റിഡക്ഷൻ സംഭവിക്കാം, അല്ലെ? ഓക്സിഡേഷനും റിഡക്ഷനും. സോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തരാം, അത് പഠിക്കുക കേട്ടോ. ഇതാ LOAN, ലോൺ എന്ന് പഠിക്കുക. ഓക്കെ, LOAN, ലോൺ. ഇനി എന്താണ് ഈ ലോൺ എന്ന് പറഞ്ഞുതരാം. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ്, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ്, N എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. ഈ കാര്യം പഠിക്കുക. എന്താ പറയുന്നത്? ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുക. അതാണ് പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുക. ആൻഡ് ആ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ആനോഡ് എന്നായിരിക്കും. ആൻഡ് അവരുടെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് എന്നായിരിക്കും. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരികയില്ല. ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അതായത് ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലിന്റെ കേസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും ആൻഡ് ദാറ്റ് ഇലക്ട്രോഡ് വിൽ ബി ഇൻ ദ ആനോഡ്. ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ അറിയേണ്ടത്. സോ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ എന്തുണ്ട്? ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? യെസ്, അവിടെ റിയാക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു റിയാക്ഷൻ എഴുതാം, രണ്ട് ഭാഗത്തും റിയാക്ഷൻ എഴുതാം. ഇത് ഓരോന്നിനും നമ്മൾ ഹാഫ് സെൽ എന്നാണ് നമ്മൾ തന്നെ പറയുക. ഇതൊരു ഹാഫ് സെല്ലാണ്, അതുപോലെ ഇതൊരു ഹാഫ് സെല്ലാണ്. ഓക്കെ, സോ നോക്കൂ, ഇതാണ് നമ്മുടെ ഹാഫ് സെൽ എന്ന് പറയുന്നത്. എന്താ സംഭവിച്ചിട്ടുള്ളത്? കോപ്പർ ആണ് അവിടെ എന്തുള്ളത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. സിംഗിളാണ് അവിടെ എന്ത് നടക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ ആനോഡ് ഏതാ കാഥോഡ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ലോൺ പ്രകാരം ഓക്സിഡേഷൻ ആനോഡിലാണ് നടക്കുന്നത് നമ്മൾ പഠിച്ചു. സോ ഇത് ആനോഡ് റിയാക്ഷൻ ആയിരിക്കും, ഇതെന്ന് പറയുന്നത് കാഥോഡ് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആനോഡ് റിയാക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കേട്ടോ. ആനോഡിൽ എന്താ നടക്കുന്നത് നോക്കൂ. സിങ്ക് ആണ് അവിടെ ഉള്ളത്. അപ്പൊ സിംഗിൽ എന്താ? ഓക്സിഡേഷനാണ് നടക്കുന്നത്. എന്താ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൂസിങ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? എന്താ? Zn ഗീസ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആ ആരോ മാർക്ക് നമ്മൾ ഓർത്ത് വെക്കുക. എന്തായിട്ട് മാറുന്നത്? Zn2++ 2 ഇലക്ട്രോൺസ്, രണ്ട് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് Zn2+ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി അതേപോലെ കാഥോഡാ. കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ്, അല്ലെ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിനിങ് ആണ്. ഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ആണ്. സോ അവിടെ ആരാ ഉള്ളത്? കാഥോഡിലെ കോപ്പർ ആണ്. അപ്പൊ Cu2+ ആണ് അത് ഓൾറെഡി ഇരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാർ ഓൾറെഡി Cu2+ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും? രണ്ട് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. എന്നിട്ട് എന്തായി മാറും? കോപ്പർ Cu ആയിട്ട് മാറും. അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ഷൻസ്. രണ്ട് ഹാഫ് സെൽ റിയാക്ഷൻസ് ആണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവറോൾ റിയാക്ഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എളുപ്പമാണ്. അത് എങ്ങനെ എഴുതുന്നു പറഞ്ഞുതരാം. നോക്കൂ, ഇതിനകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ അത് രണ്ടും എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം ഒരുമിച്ച് എഴുതുന്നു, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം ഒരുമിച്ച് എഴുതുന്നു. അപ്പൊ ഇത് എങ്ങനെയാ വരിക നോക്കൂല. Cu2+. ഇനി ആരാളുള്ളത് അവിടെ? Zn സോളിഡ് ഗീവ്സ്. ഇനി ആരാ അവിടെ ഉള്ളത്? Cu സോളിഡ് പ്ലസ് Zn2+. ഇതാണ് നമ്മുടെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെല്ലിന്റെ ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത നോക്കൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട് ബൈ മീൻസ് ഓഫ് എന്ത് റിയാക്ഷൻ? റിഡോക്സ് റിയാക്ഷൻ. ഇനി ഇതിനകത്ത് നോക്കൂ, റിഡോക്സ് റിയാക്ഷൻ നടക്കണ്ടോ നോക്കൂ. എന്താ റിഡോക്സ് റിയാക്ഷൻ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നമുക്കൊരു ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി നമുക്ക് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് കോപ്പറിന്റെ ചാർജ് എത്രയാണ്? 2+ ആണ് ഇവിടെ. സോ ഇവിടെ എന്താ വരിക? 0. അതെങ്ങനെ 0 വരിക അറിയാമല്ലോ. അതായത് എലമെന്ററി സ്റ്റേറ്റിലുള്ള മെറ്റല് അല്ലെങ്കിൽ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിങ്കിന്റെ എത്രയായിരിക്കും? 0 അല്ലേ? ഓക്കെ,
ഇനി നമുക്ക് നോക്കാം CU എന്തായിട്ടാ മാറിയത്. CUന്റെ കേസിൽ അതെന്തായിട്ട് മാറി, 2+ നിന്നും 0 ആയിട്ട് മാറി. വിച്ച് മീൻസ് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. കുറയല്ലേ ചെയ്തിട്ടുള്ളത്, അപ്പൊ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇനി സെഡിന്റെ കേസ് നോക്കൂ, അതെന്തായി, 0-യിൽ നിന്നും 2+ ആയി മാറി. വിച്ച് മീൻസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. വിച്ച് മീൻസ് അതെന്താണ്, ഓക്സിഡേഷൻ ആണ്. സോ ഈ ഒരു ഓവറോൾ റിയാക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഓക്കെ, നോക്കൂ ഇതിനകത്ത് ഓവറോൾ റിയാക്ഷൻ നമ്മളിപ്പോ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ. കണ്ടുവോ, ഓവറോൾ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. ഒരു ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, വേറെ ഒന്നുമല്ല. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കോഡ് എന്ന് പറയുന്നത് ABC. ഇത് പഠിക്കാൻ മാത്രമുള്ള കോഡൊന്നുമല്ല, ABC. എ എന്തിനെ കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആനോഡിനെ കാണിക്കുന്നതാണ് എ എന്ന് പറയുന്നത്. ബി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് സോൾട്ട് ബ്രിഡ്ജ് ആണ് കേട്ടോ. ബി എന്ന് പറയുന്നത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. സി എന്ന് പറയുന്നത് എന്താണ്, കാഥോഡ് ആയിരിക്കും. ഈ ഒരു കോഡ് കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, അതിനർത്ഥം നമ്മൾ സെൽ റെപ്രസെന്റേഷൻ എഴുതുന്ന സമയത്ത് ആദ്യം എപ്പോഴും എന്തായിരിക്കും, ആനോഡ് ആയിരിക്കും. ആദ്യം എപ്പോഴും ആനോഡാണ്, അതിനുശേഷം സോൾട്ട് ബ്രിഡ്ജ്, അതിനുശേഷമാണ് കാഥോഡ് എഴുതുക. അത് ലെഫ്റ്റ് സൈഡിൽ ആനോഡും റൈറ്റ് സൈഡിൽ കാഥോഡും ആയിരിക്കും, ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെയുള്ള ആനോഡ് ആരായിരുന്നു, നമ്മുടെ ഡാനിയൽ സെല്ലില് സിങ്ക് അല്ലേ. അപ്പൊ സിങ്കിന്റെ കേസ് നിങ്ങൾ എന്തായി മാറുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, വേറൊന്നുമില്ല. അവിടെ എന്താ സംഭവിച്ചത്, സിങ്ക് 2+ ആയിട്ട് മാറിയതാണ്. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മളൊരു സ്ലാഷ് ഇട്ട് എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. Zn സോളിഡ് /Zn2+. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള രണ്ട് വര കാണിക്കുന്നത്, രണ്ട് വെർട്ടിക്കൽ ലൈൻ കാണിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജിനെയാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം കാഥോഡ് ആരായിരുന്നു, അവിടെ കോപ്പർ ആണ് അല്ലെ. അപ്പൊ കോപ്പർ എന്ത് സംഭവിച്ചു നോക്കൂ, 2+ Cu ആയിട്ട് മാറുകയാണ് ചെയ്തത്, അതങ്ങ് എഴുതി വെച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ. ദ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ഒക്കർ കോപ്പർ ഇലക്ട്രോഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റിഡക്ഷൻ കോപ്പറിലാണ്, അതുപോലെ ഓക്സിഡേഷൻ സിംഗിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഈ രണ്ട് പോർഷൻസിനെ പറയുന്ന പേരാണ് ഹാഫ് സെൽ അല്ലെങ്കിൽ റിഡോക്സ് കപ്പിൾസ്, നമ്മൾ അതിന്റെ പേര് പറയും. ഓക്കെ, ഇനി കോപ്പർ ഇലക്ട്രോഡ് റിഡക്ഷൻ ഹാഫ് സെൽ എന്നും സിങ്ക് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്നും അറിയപ്പെടും. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ഇതിനകത്ത് വരുന്നത് എന്താ വെച്ചാൽ നേൺസ്റ്റ് ഇക്വേഷൻ ആണ്, ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ. അതായത് ഈ സെല്ല്, ഓക്കെ, ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. ഈ സെൽ ഈക്വൽ ടു, ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, E0 സെൽ മൈനസ് 2.303 RT/NF. NF കേട്ടോ, NF ആണ് ശരിക്കും വരിക. ഇത് നമ്മുടെ റിയാക്ഷനിൽ N എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് നമ്മൾ 2F എന്ന് എഴുതുന്നതാണ്. NF ആണ് വരിക. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ അവിടെ ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് അല്ലേ നമുക്ക് കണ്ടത് ഇക്വേഷനകത്ത്, അതുകൊണ്ടാണ് 2F എന്ന് അവിടെ എഴുതിയിട്ടുള്ളത്. ലോഗ് എന്താ വന്നിട്ടുള്ളത്, ആനോഡ് ബൈ കാഥോഡ്. ഇവിടെ ആര് ആനോഡ്, കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡ് ആണ്. സോ ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് ആരാണ്, സിങ്ക് ആണ്, കാഥോഡ് കോപ്പർ ആണ്, അതുകൊണ്ട് അങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക, 8.314 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ 96,500 എന്നുള്ളതാണ്, അത് കൊടുക്കുക. അതുപോലെ ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് 298 കെൽവിനിലാണ്, സോ അതും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കാൻ നേരത്തെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് E0 സെൽ മൈനസ് 0.0591/2 ലോഗ് Zn2+/Cu2+. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ, നോൺസ്റ്റ് ഇക്വേഷന്റെ കേസ്. ഇനി ഇവിടെ ചെറിയൊരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ആണെന്ന് നമുക്ക് ഓർത്ത് വെക്കണം. ചില കേസുകളിൽ ഇങ്ങനെ എഴുതാം, അതായത് E സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/2 പ്ലസ് കേട്ടോ, പ്ലസ് ലോഗ് Cu2+/Zn2+. എന്ത് ഇതിനകത്ത് വ്യത്യാസം എന്തുവാ, ഇവിടെ ഞാൻ പ്ലസ് ഇട്ടേക്കുന്നത് അല്ലെ, ഇവിടെ ഞാൻ പ്ലസ് ആണ് ഇട്ടേക്കുന്നത്. എന്തുകൊണ്ടാ അത്, ഒന്നുമില്ല, ലോഗിനകത്ത് ഈ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ആനോഡ് ബൈ കാഥോഡ് ആണ് എഴുതുമ്പോൾ കേട്ടോ. നെക്സ്റ്റ് ആണ് സോൾട്ട് ബ്രിഡ്ജ്.
ബന്ധിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് ആ സോൾട്ട് ബ്രിഡ്ജ്, അല്ലെങ്കിൽ എന്തിനാണത്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കൂ, ഇറ്റ് ഈസ് എ യൂട്യൂബ് അല്ലെ, നമ്മുടെ യൂട്യൂബ് അല്ല, നമ്മൾ വീഡിയോ കാണുന്ന യൂട്യൂബ് അല്ല, യു ഷേപ്പ് ആണ് കേട്ടോ. യു ഷേപ്ഡ് ട്യൂബ് കണ്ടെയ്നിങ് ആൻ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്. ഒരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് അടങ്ങുന്ന ഒരു യു ഷേപ്ഡ് ട്യൂബ് ആണത്. ഇനി ഏതൊക്കെ ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആവാം? NaNO3 സോഡിയം നൈട്രൈറ്റ്, അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രൈറ്റ്. പിന്നെ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, അതായത് ഈ അഗർ ജെല്ല് എന്ന് പറയുന്ന ജെല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ജെല്ല് പോലെയുള്ള സബ്സ്റ്റൻസുകളില് ഈ സോഡിയം നൈട്രേറ്റോ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റിനെയോ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് അടങ്ങിയിട്ടുള്ള ഒരു ട്യൂബ് ആണ് എന്തെന്ന് പറയുന്നത്? യൂട്യൂബ് എന്ന് പറയുന്നത്. ഐ മീൻ ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. രണ്ട് ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. ഒന്നാമത് ടു കംപ്ലീറ്റ് ദ ഇലക്ട്രിക് സർക്യൂട്ട്. ഒന്നുമില്ല കേട്ടോ. ടു കംപ്ലീറ്റ് ദ ഇലക്ട്രിക് സർക്യൂട്ട്, അതായത് ആ ഒരു ടോട്ടൽ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ നെക്സ്റ്റ് ആണ് ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇൻ ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബീക്കർ ഉണ്ട്. സോ ഇതിനകത്ത് ചില സമയങ്ങളിൽ പ്ലസ് ചാർജ് ഇവിടെ കൂടുതലായിരിക്കും, മൈനസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മൈനസ് ചാർജ് ഇവിടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൂടുതലായിട്ട് സപ്ലൈ ചെയ്യും. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അവിടെ ഉണ്ടാക്കും. ഓക്കെ, അതായത് പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും ആ ഒരു സെയിം നമ്പർ ആക്കുക, അതാണ് ഈ ന്യൂട്രൽ ആക്കുക. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. ഇറ്റ് അവോയ്ഡ്സ് ദ ലിക്വിഡ് പൊട്ടൻഷ്യൽ ജംഗ്ഷൻ. ഓക്കെ, പൊട്ടൻഷ്യൽ ജംഗ്ഷനെ അതെന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ഇതാണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഓക്കെ, അതായത് ഒരു ഇലക്ട്രോഡ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് പറഞ്ഞാൽ മിക്കവാറും മെറ്റൽ ആയിരിക്കുമല്ലോ. ഒരു മെറ്റൽ, ആ മെറ്റലിന് എന്ത് ചെയ്യാൻ, ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാനോ ഉള്ള ടെൻഡൻസി ആണ് പറയുന്നത്. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനോ അല്ലാച്ച ഗെയിൻ ചെയ്യാനോ ഉള്ള ടെൻഡൻസി എപ്പോ? അത് അതിന്റെ സ്വന്തമായിട്ടുള്ള ഒരു സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ. ഓക്കെ, അതിന്റെ സ്വന്തമായിട്ടുള്ള സൊല്യൂഷനകത്ത് അത് ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിന് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനോ അല്ലാച്ച ഗെയിൻ ചെയ്യാനോ ഉള്ള ആ ഒരു ടെൻഡൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അവരുടെ പൊട്ടൻഷ്യൽ ആണ്, അതായത് അവരുടെ കഴിവ്, അതാണ് ഞാൻ പറയുന്നത്. എന്ത്? ഇലക്ട്രോൺസിന് കൊടുക്കാനും വാങ്ങാനും ഉള്ള ആ കഴിവിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദ സ്പീഷീസ് ഇൻവോൾവ് ഇൻ എ ഹാഫ് സെൽ ഇസ് യൂണിറ്റി. ഓക്കെ, അതിനകത്തുള്ള സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ എല്ലാം യൂണിറ്റി മീൻസ് വൺ ആണെങ്കിൽ അവിടെയുള്ള ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കൂ, ഈ IUPAC കൺവെൻഷൻ ഉണ്ടല്ലോ, അത് പ്രകാരം ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും നമ്മൾ എന്തായിട്ട് തന്നെ എടുക്കുക, ടേക്കൺ ആസ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതായത് എന്താ, ഈ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇനി ഗാൽവനിക് സെല്ലിന്റെ കേസിൽ ഹാഫ് സെൽ ഇൻ വിച്ച് ഓക്സിഡേഷൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. എന്ത്? ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലും, അത് നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ റിഡക്ഷൻ നടക്കുന്നത് കാഥോഡ് ആണ്, അത് പോസിറ്റീവ് ആണ്. അല്ലെ? നമ്മുടെ ആ ഒരു കോഡ് ഉണ്ടല്ലോ, എന്ത്? LOAN, ലോൺ എന്ന് പറയുന്നത്. ആ ഒരു കോഡിലൂടെ നമുക്ക് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിയേണ്ട പോയിന്റ് ആണ്, ലാസ്റ്റ് പോയിന്റ്. അതായത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് എപ്പോഴും പോകുക. മനസ്സിലായോ? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും ആര് പോകുന്നത്? ശ്രദ്ധിക്കുക, മാറിപ്പോരുത്, ഇലക്ട്രോൺസ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും അത്? കാഥോഡിൽ നിന്നും ആനോഡിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. ശ്രദ്ധിക്കുക, മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ആനോഡ് ടു കാഥോഡ് ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, തിരിച്ചും അങ്ങനെ എന്താ പറയാ, മാറി മാറി പഠിക്കരുത്, അത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ മാത്രം പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ഫ്ലോ. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും പോവുക. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ് ഇൻ എ ഗാൽവനിക് സെൽ, അതിന് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് ഇലക്ട്രോഡ്സിൽ, ഗാൽവനിക് സെല്ലിൽ രണ്ട് ഇലക്ട്രോഡ്സിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുന്ന പേരാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടിലായിരിക്കും.
ഓക്കെ. ഇനി ഇ എം എഫ് എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? എന്താ അത്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ് അല്ലെ? ഒരു സെല്ലിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ, ഈ രണ്ട് ഇലക്ട്രോഡ്സിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. ഈ രണ്ട് ഇലക്ട്രോഡ്സിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും വെൻ നോ കറണ്ട് ഈസ് ഫ്ലോ ത്രൂ ദ സെല്ലില് എന്താ കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഗാൽവനിക് സെല്ലിന്റെ കേസിൽ നോക്കൂ, ആനോഡ് ലെഫ്റ്റ് സൈഡിലും കാഥോഡ് റൈറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കോഡായിരുന്നു ഏതായത്? ആ, ABC എന്ന് പറയുന്ന കോഡ് അല്ലെ? ഓക്കെ. ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്ത്? ഇ സെൽ ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്, അങ്ങനെ എഴുതാം കേട്ടോ. ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്, അങ്ങനെ എഴുതാം ഇക്വേഷൻ. ചില സമയങ്ങളിൽ നമുക്ക് വാല്യൂസ് അവിടെ തന്നിട്ട് ഈ സെല്ല് കണ്ടുപിടിക്കാനായിട്ട് പറയാം. ഗാൽവാനിക് സെല്ലിന്റെ കേസ് തന്നെ എത്രയാണ്? 1.1 വോൾട്ട് ആണ് നമുക്ക് അവിടെ വാല്യൂ വരിക കേട്ടോ. ഈ സെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആയിരിക്കും, അത് ഓർത്ത് വെക്കാം. ഓക്കെ. അതായത് ഈ ZN2 പ്ലസിന്റെ വാല്യൂ തരും. ZN2 പ്ലസിന്റെ വാല്യൂ തരും. അതുപോലെ CUന്റെ വാല്യൂയും കൂടെ തരും അവിടെ. ഓക്കെ. ഒന്ന് 0.34 വോൾട്ട് വരുന്നുണ്ട്. ദെൻ ഒന്ന് സംതിങ് 1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. സോ അത് രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.1 വോൾട്ട് ആയിരിക്കും ഈ സെല്ല് ഡാനിയൽ സെല്ലിന്റെ വാല്യൂ വരിക. അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അത് ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ, നമ്മുടെ സിലബസിനകത്ത് അങ്ങനെ കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE എന്നാണ് നമ്മൾ അതിനെ പറയുക അല്ലെ. നോക്കൂ, ഒരു ഇൻഡിവിജ്വൽ ഹാഫ് സെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? നമുക്കറിയാലോ, നമ്മള് ഡാനിയൽ സെല്ലിൽ എങ്ങനെയാ വെച്ചാൽ 2 ബീക്കറാ വെച്ചിട്ടുള്ളത് അല്ലെ, 2 ഹാഫ് സെല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ഇത് രണ്ടെണ്ണം ഇല്ല, ഒരെണ്ണം ഉള്ളൂ എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ആ, ഒരു SHE ഷീനെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതായത് ഇയാളുടെ പൊട്ടൻഷ്യൽ അറിയാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? SHEനെ നമ്മൾ രണ്ടാമത്തെ ഹാഫ് സെല്ലായിട്ട് അവിടെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് പറയും? റെഫറൻസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ റെഫറൻസ് സെല്ല് എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. റെഫറൻസ് സെല്ലാണത്, അല്ലെങ്കിൽ റെഫറൻസ് ഇലക്ട്രോഡ് എന്നെല്ലാം നമ്മളിതിനെ പറയാറുണ്ട്. ഓക്കെ അല്ലേ? ഇതിന് നമ്മൾ പറയുന്ന വേറൊരു പേരും കൂടി ഉണ്ട്, നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് കേട്ടോ. നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെ. ഇനി ഇതിന്റെ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ഗാൽവാനിക് സെല്ലിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞ പോലെ ഇവിടെയും റെപ്രസെന്റേഷൻ ഉണ്ട്. പ്ലാറ്റിനം. ഓക്കെ, പ്ലാറ്റിനം ആണ്. സോളിഡ് പ്ലാറ്റിനം വരും. /H2, അവിടെ പമ്പ് ചെയ്യുന്ന ഗ്യാസ് H2 ഗ്യാസ് ആണ്. /H+aqueous, ഇതാണ് നമ്മുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അറിയേണ്ട കാര്യം, SHEയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, SHEന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പറഞ്ഞല്ലോ, എന്താ, 2 സെൽ എടുത്തു, അതിൽ ഇത് SHE ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആരുടെ വാല്യൂ ആയിരിക്കും? അത് പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 ഹാഫ് സെൽ എടുത്തു, അതിൽ ഒരെണ്ണം SHE ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അവിടെ കിട്ടുന്ന ആ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആരുടെ ആയിരിക്കും? ഇയാളുടെ ആയിരിക്കില്ലേ? ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് SHEന്റെ വാല്യൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാ? 0 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് വാല്യൂ എന്ന് പറയുന്നത് ആരുടെയാ? ഇയാളുടെയാ. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്, പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി കണ്ടീഷൻസ് നോക്കൂ. എന്താ അവിടുത്തെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 മോളാർ ആയിരിക്കണം. ഓക്കെ. HClന്റെ 1 മോളാർ കോൺസെൻട്രേഷൻ ആയിരിക്കണം. അതുപോലെ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലായിരിക്കണം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്രയാ? 25 ഡിഗ്രി സെൽഷ്യസ്, അതായത് 298 കെൽവിൻ. 298 കെൽവിൻ കേട്ടോ. 298 കെൽവിൻ. നോക്കൂ, ഈ SHEയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആനോഡ് ഹാഫ് സെല്ലായിട്ട് ആക്ട് ചെയ്യാനായിട്ട് കഴിവുണ്ട്. അതുപോലെ തന്നെ കാഥോഡ് ഹാഫ് സെല്ലായിട്ടും ആക്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ഒരു SHEയുടെ പിക്ചർ എന്ന് പറയുന്നത്. നോക്കൂ, അതിനകത്ത് ഒരു പ്ലാറ്റിനം റോഡ് ഉണ്ട്, അത് കാണാൻ പറ്റാണ്ടാണ്. പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്, കണ്ടുവോ? പിന്നെ അതിനകത്ത് ഒരു വൈറ്റ് കളർ ഒരു റിബൺ പോലെ കിടക്കുന്നില്ലേ, ഒരു വയറ് പോലെ, അതും പ്ലാറ്റിനം തന്നെയാണ്.
പിന്നെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള H2 ഗ്യാസ് പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് 1 മോളാർ HCl ആണ്. ഓക്കെ, നോക്കൂ, ഇഫ് വി യൂസ് standard hydrogen electrode as reference to determine the electrode potential of another electrode of half cell connected to SHE, the unknown potential will be equal to EMF of the cell. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്, രണ്ടെണ്ണം കണക്ട് ചെയ്യുന്ന സമയത്ത് ആരുടെ ആയിരിക്കും അവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞില്ലേ, ആ കാര്യമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ SHEക്ക് എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജസ് കൂടിയുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ടു ട്രാൻസ്പോർട്ട്. നമുക്ക് ഈ രണ്ട് ഹാഫ് സെല്ലാക്കി ട്രാൻസ്പോർട്ട് ചെയ്ത് നടക്കാനേ, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനായിട്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ. അത് ഉണ്ടാക്കാൻ ഈ പ്ലാറ്റിനം ഒക്കെ വേണമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും എന്താണ്, ഡിഫിക്കൾട്ട് ആണ്. നെക്സ്റ്റ് എന്താ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ആ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രഷർ, അതുപോലെ തന്നെ നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞല്ലോ, എന്ത്, ആസിഡ് സൊല്യൂഷൻ HClന്റെ 1 മോളാർ എന്ന് പറയുന്നത്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഡിസഡ്വാൻറ്റേജസിനകത്ത് കഴിഞ്ഞിട്ടില്ല. എന്തുകൂടിയുണ്ട്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഗെറ്റ് പ്യുവർ ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് പ്യുവർ സ്റ്റേജിൽ കിട്ടാനായിട്ട് എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട് അവിടെ അല്ലെ, പ്ലാറ്റിനം ഇലക്ട്രോഡ്, ഐഡിയൽ പ്ലാറ്റിനം ഇലക്ട്രോഡ് മേക്ക് ഉണ്ടാക്കാനായിട്ട് അതെന്താണ്, ഡിഫിക്കൾട്ട് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ, അതുപോലെ തന്നെ HCl, അതുപോലെ ഐഡിയൽ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഇംപ്യൂരിറ്റീസ് ഇൻ ഹൈഡ്രജൻ ആൻഡ് HCl സ്പോയിൽ ദ, നമ്മൾ പറഞ്ഞ ഐഡിയൽ പ്ലാറ്റിനം ഇലക്ട്രോഡ് കിട്ടണം എന്ന് പറഞ്ഞല്ലേ, പക്ഷെ ഈ ഹൈഡ്രജനും അതുപോലെ HClലും ഉള്ള ഇംപ്യൂരിറ്റീസ് കാരണം അവിടെ പ്ലാറ്റിനം ഇലക്ട്രോഡ് സ്പോയിൽ ആയി പോവുകയാണ്. ഐഡിയൽ കേസിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് റെഡ്യൂസ് ദ ലൈഫ് ഓഫ് SHE. SHEയുടെ ലൈഫ് അവിടെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളത്. പിന്നെ ഹൈഡ്രജൻ ഗ്യാസ് ഇല്ലേ, ചില സമയങ്ങളിൽ എന്താണ്, ഫ്ലെയിമബിൾ സബ്സ്റ്റൻസും കൂടെയാണ്. അപ്പൊ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്, ഇതും അതിനകത്തില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മൾ മിക്കവാറും എക്സാമുകളിലൊക്കെ ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. നോക്കൂ, എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഡിക്രീസിങ് ഓർഡറിൽ ഇലക്ട്രോഡ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ, അതാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിക്രീസിങ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടുവോ? ഓക്കെ, സോ അതിനകത്ത് നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓർഡർ നോക്കുക. ഫ്ലൂറിന്ന് തുടങ്ങി ലിഥിയത്തിൽ അവസാനിക്കുന്ന ഒരു സീരീസ് ആണത്. അപ്പൊ ഇതിനകത്ത് താഴെ നിന്ന് മേലേക്ക് പോകുന്തോറും സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് കേട്ടോ. താഴെ നിന്ന് മേലേക്ക് പോകുന്തോറും സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുപോലെ മേലിൽ നിന്നും താഴേക്ക് വരുന്തോറും അതെന്താണ്, സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇതാണ് അറിഞ്ഞിരിക്കണം കേട്ടോ, ഈ കാര്യം നന്നായി അറിഞ്ഞിരിക്കണത്. വിച്ച് മീൻസ് അവിടെ എന്താണ്, ഫ്ലൂറിനാണ് ഏറ്റവും മാക്സിമം ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ടു ഫ്ലൂറൈഡ് അയോൺ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് റെഡ്യൂസ് ആവുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഫ്ലൂറൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലെ. റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, ഓക്സിഡൈസിങ് ഏജന്റ്, അതറിയാമല്ലോ. അപ്പോ റിഡക്ഷൻ സംഭവിക്കുന്ന ഇവിടെ ആരുടെയാണ്, ഷോർട്ട് ഫോം ഇല്ല കേട്ടോ. നമ്മൾ നോക്കാം, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാനത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അത് ഓക്കെ, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ മിക്കവാറും ഇപ്പൊ എല്ലാം വേണ്ട, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ആ രണ്ട് എൻഡിലുള്ള ഇതൊന്നും നോക്കി വെക്കുക. ഫ്ലൂറൈഡ് അതുപോലെ തന്നെ ലിഥിയത്തിന്റെ കേസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നമ്മളത് എഴുതിയിട്ടുണ്ട്, നോക്കൂ. Fluorine is at the top, indicating that fluorine gas has maximum tendency to get reduced to fluoride ions. F2 എന്തായിട്ട് മാറുന്നത്, F- ആയിട്ട് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അതെന്താ, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ അതെന്താണ്, ഒരു വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. അതുപോലെ ലിഥിയത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്, ഒരു വീക്കസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതിനർത്ഥം അതൊരു മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പോലെയുള്ള റെഡ്യൂസിങ് ഏജന്റുകളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്. നമ്മൾ ഇതിനകത്തൊക്കെ ഓർഗാനിക് കെമിസ്ട്രിക്കകത്തൊക്കെ നമ്മൾ ആസിഡിനെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആളാണ് ഈ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, LiAlH4 എന്ന് പറയുന്ന ആളൊക്കെ.
റെഡ്യൂസിങ് ഏജന്റ് ആണത് കേട്ടോ. അപ്പൊ ലിഥിയം എന്ന് പറയുന്നത് എന്താ മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ അതൊന്ന് നോക്കിയത് കേട്ടോ. അതിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂം കൂടെ അതിനകത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി അത് കേട്ടോ. നമ്മൾ അപ്പോഴേ ഇ എം എഫിന്റെ കേസ് പറഞ്ഞുല്ലോ, അതിനകത്ത് സിയുന്റെ വാല്യൂ കണ്ടു 0.34 ആണ് അവിടെ വരുന്നത്. സെഡിന്റെ 0.76 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഡാനിയൽസിലിന്റെ നമ്മൾ പറഞ്ഞുല്ലോ, അതായത് ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ സെൽ എന്ന് പറയുന്ന ഇക്വേഷൻ ഈ എന്തായിരുന്നു? ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് ആയിരുന്നു. അതായത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. ഇപ്പൊ ഡാനിയൽ സെൽ പ്രകാരം അതെന്താ വരിക? ഈക്വൽ ടു ഈ അവിടെ കാഥോഡ് ആരായിരുന്നു? കോപ്പർ അല്ലേ? അല്ലേ? കോപ്പർ ആണ്. Cu2 പ്ലസ് ബാർ Cu ഇങ്ങനെയാണ് എഴുതുക. മൈനസ് ഈ ആനോഡ് ആരായിരുന്നു? Zn ആണ്. Zn ബാർ Zn2 പ്ലസ്. ഇതിന്റെ വാല്യൂ ഒന്ന് എടുത്തേ നോക്കൂ. കോപ്പറിന്റെ വാല്യൂ എന്തായിരുന്നു? 0.34 ആണ്. അപ്പൊ 0.34 മൈനസ് എന്താ വരിക? സിങ്കിന്റെ വാല്യൂ എത്ര നോക്കി? 0.76. മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് 0.76. സോ ഈക്വൽ ടു ആയത് മൈനസ് 0.76 അല്ലെ? സോ മൈനസും മൈനസും പ്ലസ് ആണ്. അപ്പൊ അതിനർത്ഥം നമ്മൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം എന്നാണ്. സോ 0.34 പ്ലസ് 0.76 ആണ് വരുന്നത്. സോ എത്രയാ വരിക? 1.10, അതായത് 1.1. അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, 1.1 വോൾട്ട് ആണ് നമുക്ക് പോസിറ്റീവ് ആട്ടോ. 1.1 വോൾട്ട് ആണ് നമ്മുടെ ഇ സെൽ വാല്യൂ ഓഫ് ഡാനിയൽ സെല്ല് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസാണ്. അതിന്റെ എനർജി കൺവേർഷൻ എന്തായിരുന്നു? മിസ് ഈ സീറോ ഈ സെൽ ഇല്ലേ, ഈ സെൽ എന്തോ പോസിറ്റീവ് ആവണമെങ്കിൽ എന്തോ അങ്ങനെ എന്തോ ഇതില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് എന്തോ ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നോ? എന്തായത് റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലേ നോക്കാന്? ഫീസിബിലിറ്റിന്റെ കേസോ? അതായത് മിക്കവാറും ഇത് പോസിറ്റീവ് ആയിരിക്കും. ഈ സെല്ലിന്റെ കേസിൽ മിക്കവാറും അത് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കേസിൽ മിക്കവാറും അത് പോസിറ്റീവ് വാല്യൂ ആണ് വരിക. നെഗറ്റീവ് വാല്യൂ മിക്കവാറും വരാറില്ല ആക്ച്വലി. ഓക്കെ, എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സീറോ സെല്ലിക്ക് തോന്നുന്നു പോസിറ്റീവ് ആയാലും റിയാക്ഷൻ ഫീസിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും അതിന് പോസിറ്റീവ് സൈൻ മാത്രമാണ് അതിനകത്ത് വരാറ്. നെഗറ്റീവ് ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടാം. ഈ സീറോ സെല്ല് വരാറില്ല. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസാണ്. ഇലക്ട്രോ കെമിക്കൽ എന്ന് പറയുന്നത് എനർജി കൺവേർഷൻ മാറിപ്പോരുത്. നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇനി നമ്മൾ പറയുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ കേസാണ്. അവിടെ എന്താ എനർജി കൺവേർഷൻ? നേരെ തിരിച്ചാണ്. ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി കേട്ടോ. ഇതെല്ലാം നമ്മൾ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമുക്ക് ചിലപ്പോൾ മാറിപ്പോകുന്നുള്ളൂ ഉണ്ടല്ലോ ഈ എനർജി കൺവേർഷൻ ഒക്കെ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇലക്ട്രോലിറ്റിക് അല്ലേ, അതുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ആണ് സ്റ്റാർട്ടിംഗ് ആലോചിക്കുക. ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, നോക്കൂ. ഇൻ കമ്പാരിസൺ ടു ദ ഗാൽവനിക് സെൽ, the electrodes of an electrolytic cell can be placed in a single compartment containing the molten or aqueous electrolyte. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇലക്ട്രോ കെമിക്കലില് 2 ബീക്കർ, അതായത് 2 ഹാഫ്സ് അല്ല നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സെല്ല് അവിടെ 2 എണ്ണം ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. ഒരു കമ്പാർട്ട്മെന്റ് അവിടെ ഉള്ളൂ. ഓക്കെ, സിൻസ് ദ എക്സ്റ്റേണൽ ബാറ്ററി സോഴ്സ് ഈസ് what drives the electrons through the circuit, the electrode will match the positive and negative terminal of the battery. അതായത് നമ്മൾ പറഞ്ഞുതരാം, ഞാൻ അതിന്റെ എക്സാമ്പിൾ ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് കാണിച്ചു തരാം. നോക്കൂ, ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്, ഇതും ശ്രദ്ധിക്കണം. ഓക്കെ, ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡും കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡും ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ പിക്ചർ. അപ്പൊ അതിൽ എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അതില് ഇലക്ട്രോഡ്സ് എന്താണ്, ഓരോ ഇലക്ട്രോഡ് ഓരോ ബീക്കറിനകത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരൊറ്റ ബീക്കറിനകത്ത് 2 ഇലക്ട്രോഡ് പ്ലേസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ആനോഡും ഓക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡും ഒരൊറ്റ ബീക്കറിനകത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇതിനകത്ത് നമ്മൾ അവിടെ കോഡ് പറഞ്ഞില്ലേ, ലോൺ എന്ന് പറയുന്ന കോഡ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അതിനകത്ത് എന്താ പറഞ്ഞേ? ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നെഗറ്റീവാ. പക്ഷെ ഇവിടെ അത് നേരെ തിരിച്ചാണ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. കാരണം രണ്ടും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരും. സോ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ ആ ലോണിന്റെ കേസ് മാത്രം പഠിച്ചു വെക്കുക. അതിന് ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോലൈറ്റിക്കല് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇലക്ട്രോലൈറ്റ് ഒരു സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. നോക്കൂ, കാഥോഡിൽ ഓക്സിഡേഷനും ആനോഡിൽ റിഡക്ഷനും ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ പക്ക ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ആ ഒരു ചിന്ത മാത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി കേട്ടോ. നോക്കൂ, ബോത്ത് ഇലക്ട്രോലൈറ്റ്സ് ആർ ഡിപ്ഡ് ഇൻ ദ സെയിം ഇലക്ട്രോലൈറ്റ് അല്ലെ. ബോത്ത് ഇലക്ട്രോഡ്സ് രണ്ട് ഇലക്ട്രോഡ്സും സെയിം ഇലക്ട്രോലൈറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്, എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ഫ്ലോയിങ് ഫ്രം കാഥോഡ് ടു ആനോഡ് കേട്ടോ. ഇലക്ട്രോൺസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ഇനി ഇത് എന്തിനു ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന്റെ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതിനൊരു എക്സാമ്പിൾ ആണ് നിക്കൽ അയൺ സെല്ല്. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോലൈസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. സോ അവിടെ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും കാഥോഡിൽ. ഓക്കെ, അതുപോലെ ആനോഡിൽ നിന്നും Cu2+ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കറണ്ട് ഫ്ലോ ഒക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. ആനോഡിൽ നിന്നും അതും കൂടെ ഓർത്ത് വെക്കുക. എന്താ, ഇലക്ട്രോൺ ഫ്ലോയിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ഫ്ലോ. ഒരിക്കലും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലേ കറണ്ട്, അങ്ങനെ വിചാരിക്കരുത്, നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഇവിടുന്ന് ഇലക്ട്രോഡ് കാഥോഡിൽ നിന്ന് ആനോഡിക്ക് മൂവ് ചെയ്യുമ്പോൾ കറന്റ് ആനോഡ് ടു കാഥോഡിക്ക് മൂവ് ചെയ്യും, അങ്ങനല്ലേ? അതെ. ഓക്കെ, അത് കഴിഞ്ഞ ആനോഡ് ടു കാഥോഡ് അല്ലേ പറഞ്ഞ കറന്റിന്റെ കേസ്. ഇലക്ട്രോണ് കാഥോഡ് ടു ആനോഡ് അങ്ങനല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞതില് നമ്മുടെ ഇലക്ട്രോലിറ്റിക്കില്. ഓക്കെ, ഒന്ന് ഒരിട്ട് കൂടി പറഞ്ഞല്ലോ, മനസ്സിലായില്ല. ഒരു മിനിറ്റ്. ഇത് ഇലക്ട്രോലിറ്റിക്കിന്റെ കേസാണ്. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, അല്ലാതെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇലക്ട്രോലിറ്റിക്കിന്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് പോകുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഓക്കെ, നെഗറ്റീവ് ആരാണ്, നമ്മുടെ ലോണ് പ്രകാരം നെഗറ്റീവ് ആരാണ്, ആനോഡാണ്. അപ്പൊ ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ആര് പോകുന്നത്, ഇലക്ട്രോൺസ് പോകുന്നത്. അത്ര പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. നമുക്ക് ഒരു കാര്യം അറിയേണ്ട കാര്യം എന്താ, ഇലക്ട്രോൺസിന്റെ ഓപ്പോസിറ്റിലാണ് എന്ത് പോകുന്നത്, കറണ്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്താൽ മതി. ഇതിന്റെ പക്ക ഓപ്പോസിറ്റ് ആണ് ആര് വരിക, നമ്മുടെ ഇലക്ട്രോലിറ്റിക്കിൽ വരിക. അത്ര ഓർത്താൽ മതി. രണ്ടും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. ലോണും ആലോചിക്കുക, അത്രേ ഉള്ളൂ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു, അങ്ങനെ ആലോചിക്കുക, വേറെ ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, കിട്ടിയോ, മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. നെക്സ്റ്റ് ആണ്, നോക്കൂ, ഹൗ ഡു ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ വർക്ക് എന്നാ പറയുന്നത്. നോക്കൂ, then an external current, electric current flows into the cathode of the electrolytic cell. കാഥോഡിലേക്ക് ഒരു എക്സ്റ്റേണൽ കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുകയാണ്. നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. സോ അവിടെ ഉണ്ടാവുന്ന റിസൾട്ടന്റ് നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് അയോൺസുമായിട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അവിടെ ഓൾറെഡി പോസിറ്റീവ് അയോൺസ് ഡിസോസിയേറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിൽ പോസിറ്റീവ് അയോൺസ് ഉണ്ട്. ആ പോസിറ്റീവ് അയോൺസ് ആരുമായിട്ട് അട്രാക്ട് ചെയ്യും, ഇലക്ട്രിക് കറണ്ട് ആണല്ലോ. സോ അവിടെ എന്ത് വരുന്ന, നെഗറ്റീവ് ചാർജ് ആയിട്ട് അട്രാക്ട് ചെയ്യും. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഡിപ്പോസിഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഓൺ ദ കാഥോഡ്. കാഥോഡിനകത്ത് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ്ഡ് അയോൺസ് അവിടെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അതേപോലെ തിരിച്ച് എന്താ, നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് എന്ന് പറയുന്നത് ആനോഡിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, വിച്ച് ഈസ് പോസിറ്റീവ്ലി ചാർജ്. ആനോഡ് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണല്ലോ. ആ പോസിറ്റീവ് ചാർജിലേക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലിറ്റിക് സെൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, രണ്ട് ഇനേർട്ട് ഇലക്ട്രോഡ്സ് ആണ് എടുക്കുന്നത്. നോക്കൂ, ഡിപ്ഡിൻ എവിടെയാ, മോൾട്ടൺ സോളിഡ് ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡിനകത്ത് നമുക്ക് ആരൊക്കെ ഉണ്ട്, Na+ കാറ്റയോൺസും Cl- അയോൺസും ആണ് ഉള്ളതെന്ന് അറിയാം. ഓക്കെ,
സോ അവിടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക? നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഇലക്ട്രോണ് റിലീസ് ചെയ്യും. അതെ, നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും അല്ലെ? അപ്പോ അവിടെ എന്താ? ഡെപ്പോസിഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ഇൻ ടു കാഥോഡ്. കാഥോഡിൽ ആരാ വരിക? പോസിറ്റീവ് ചാർജ് ആൾക്കാരാ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആരാണ്? Na+ ആണ്. അപ്പൊ Na+ എന്ന് പറയുന്നത് കാഥോഡിൽ വന്ന് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പോസിറ്റീവ്ലി ചാർജ്ഡ് സോഡിയം കാറ്റയോൺസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് കാഥോഡ്. ഓക്കെ, ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മെറ്റാലിക് സോഡിയം അറ്റ് ദ കാഥോഡ്. അതേപോലെ തിരിച്ച് ക്ലോറിന്റെ കേസ്, ക്ലോറിൻ ആറ്റം ആർ അട്രാക്റ്റഡ് ടു ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇൻ ദ കാഥോഡ് അല്ലെ? പോസിറ്റീവ് ചാർജ് കാഥോഡ്. അങ്ങനെ അവിടെ ക്ലോറിൻ ഗ്യാസ് അറ്റ് ദ ആനോഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ റിയാക്ഷൻസ് ആണ് ഹാഫ് സെൽ റിയാക്ഷൻസ്. നമ്മൾ ഡാനിയൽ സെല്ലിന്റെ കേസ് പറഞ്ഞില്ലേ, അതുപോലെയുള്ള റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നോക്കിയാൽ മതി, കാരണം നമുക്ക് അങ്ങനെ റിയാക്ഷൻസ് ഒന്നും ചോദിക്കാനുള്ള ചാൻസ് അവിടെ വരുന്നില്ല. ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ ഒന്ന് നോക്കിക്കോളൂ, കാരണം അത് അതിനകത്ത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. Thus, the molten sodium chloride can be subjected to electrolysis in an electrolytic cell to generate metallic sodium and chlorine gas as the product. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെറ്റാലിക് സോഡിയവും ക്ലോറിൻ ഗ്യാസും ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ ആപ്ലിക്കേഷൻ ആണ്. അത് എന്തിനൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കേസാണ്. എന്തിനാ നോക്കൂ? പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഫ്രം വാട്ടർ. അതുപോലെ തന്നെ അലുമിനിയം, നമ്മുടെ അലുമിനിയത്തിന്റെ ഓറാണ് എന്ത്? ബോക്സൈറ്റ് കേട്ടോ. അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. സോ ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മള് ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, സിൽവർ പ്ലേറ്റിംഗ്, ഗോൾഡ് പ്ലേറ്റിംഗ്. ഈ 1 ഗ്രാം സ്വർണത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്തുണ്ടായിരുന്നു. അതൊക്കെ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് ആക്ച്വലി. ഗോൾഡിനെ എന്ത് ചെയ്യുക? ആ മെറ്റലിനകത്ത് മേലെ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ? അപ്പൊ അതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. നെക്സ്റ്റ് ഇലക്ട്രോ റീഫൈനിങ് of many non-ferrous metal is done with the help of electrolytic cells. ഓക്കെ, നോൺ ഫെറസ് മെറ്റൽസിന്റെ ഇലക്ട്രോ റീഫൈനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോ വീനിങ് പ്രോസസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അതായത് അതിന്റെ പ്യൂരിറ്റി അറിയാനായിട്ട്, ഹൈ പ്യൂരിറ്റി സിങ്ക്, ഹൈ പ്യൂരിറ്റി അലുമിനിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഇലക്ട്രോലിറ്റിക് സെല്ല് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്ത് നോക്കാനായിട്ടുള്ളത്. ചെറിയ പോർഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾ മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചെറിയ കേസാണ്, പക്ഷെ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സർഫസ് കെമിസ്ട്രി ആണ്. അതിനകത്ത് 2 ടോപ്പിക്കാണ് ആകെ ഉള്ളത്, കൊളോയിഡ് ആൻഡ് എമൽഷൻസ്. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കൊളോയിഡ് എന്ന് ആദ്യം മനസ്സിലാക്കുക. കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ സൊല്യൂഷൻ, അതുപോലെ സസ്പെൻഷൻ. ഓക്കെ, നമുക്ക് 3 ടൈപ്പ് സൊല്യൂഷൻസ് ആണ് ശരിക്കുള്ളത്. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്സ്, സസ്പെൻഷൻ. ഇങ്ങനെ 3 സൊല്യൂഷൻസ് ആണ് ശരിക്കും ഉണ്ടാവുക സൊല്യൂഷൻസിനെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത്, ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഓക്കെ, സോ അതിനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ആളാണ് ഈ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രൂ സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇന്റർമീഡിയറ്റ് നടുക്ക് വരുന്ന ആള്. അതിന് ഡയമീറ്റർ ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. 1 to 1000 നാനോമീറ്റർ ആണ് അത് വരിക. 1 to 1000 നാനോമീറ്റർ. ഓക്കെ, ഇനി കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നത് 8 ടൈപ്സ് ആണുള്ളത്, ബേസ്ഡ് ഓൺ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. നമ്മൾ ഈ സോൾവെന്റ്, സൊല്യൂട്ട് അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം. സോൾവെന്റ് പോലെയുള്ള ആളിനെ നമ്മൾ എന്ത് പറയാ? ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. സൊല്യൂട്ടിന്റെ പകരം പറയുന്നതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് ലിങ്ക് ചെയ്തു എന്ന് മാത്രം. അതായത് നോക്കൂ, ആദ്യത്തെ കേസ് നോക്കൂ, എന്താ? സോളിഡ് ഇൻ സോളിഡ് ആണ് അല്ലെ? സോളിഡ് ഇൻ സോളിഡ്, അതായത് നമ്മൾ എടുക്കുന്ന ആളും അതിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ആളും. ഓക്കെ, ഇപ്പൊ ഡിസ്പേർഷൻ മീഡിയം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. സോൾവെന്റുമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കൊളോയിഡൽ സബ്സ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നമുക്ക് 3 സോള് കിട്ടുന്നുണ്ട്. 3 അല്ല 4 സോള് കിട്ടുന്നുണ്ട്. നോക്കൂ, അല്ല 3 സോളാണ് കേട്ടോ ഉള്ളത്, ശ്രദ്ധിക്കുക, മാറിപ്പോരുത്. സോളിഡും സോളിഡും സോളിഡ് സോൾ ആണ്. ഓക്കെ, സോളിഡും സോളിഡും സോളിഡ് സോൾ ആണ്. അതുപോലെ സോളിഡും ലിക്വിഡും ആണെങ്കിൽ വെറുതെ സോൾ എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഗ്യാസും സോളിഡും വരുമ്പോൾ സോളിഡ് സോൾ വരുന്നത്. ഇങ്ങനെ 3 സോളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതുപോലെ 2 എയറോസോൾ ഉണ്ട്. 2 എയറോസോൾ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഓർത്ത് വെക്കേണ്ടത്. സോളിഡിന്റെ കേസ് സോളിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ സോളിഡ് സോൾ ആണ്. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക.
അതുപോലെ സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അതെന്താ വെറും സോൾ എന്ന് പറയും നമ്മള്. എയറോസോള് സോളിഡ് ഇൻ ഗ്യാസും ഗ്യാസ് ഇൻ സോളിഡും, സോറി ലിക്വിഡ് ഇൻ ഗ്യാസും, അതാണ് എയറോസോള്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അതിനകത്ത് കൊളോയിഡ്സ് ഇങ്ങനെ കുറെ ടൈപ്സ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, എമൾഷൻ എന്ന് പറയുന്നത്. എമൾഷൻ ഇത് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്, എമൾഷൻ. അപ്പൊ അതായത് ലിക്വിഡ് ഇൻ ലിക്വിഡ്, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ്, ഡിസ്പേഴ്സ്ഡ് മീഡിയം ലിക്വിഡ്, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമൾഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒരെണ്ണമല്ല, കുറച്ചധികം ഉണ്ട്. നോക്കൂ, ഒന്നാമതെന്ന് പറയുന്നത് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും അട്രാക്ഷൻ, നേച്ചർ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഉള്ളത്. ഒന്ന് ലയോഫിലിക്കും ഒന്ന് ലയോഫോബിക്കും. നിങ്ങൾക്ക് ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഫോബിക് എന്ന് പറഞ്ഞാൽ എന്താ. ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ, ലവിങ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു അർത്ഥം, ഹെയ്റ്റ് എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലെ, ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഇത് ലയോൺ മീൻസ് സോൾവെന്റ്, സോ സോൾവെന്റ് ലവിങ്, സോൾവെന്റ് ഹീറ്റിംഗ്, അങ്ങനെ ഒരു അർത്ഥമാണ്. നോക്കൂ, ലയോഫിലിക്കിന്റെ കേസ് നോക്കൂ, ദർ ഇസ് മച്ച് അട്രാക്ഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ആരൊക്കെ, ഫിലിംഗ് എന്ന് പറഞ്ഞാൽ ലവിങ് അല്ലേ, ലവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെ ആലോചിച്ചാൽ മതി. ആരൊക്കെ തമ്മിലാ, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും, അവർ രണ്ടുപേരും തമ്മിലുള്ള അട്രാക്ഷൻ വഴി ഉണ്ടാവുന്ന ആളാണ് ലയോഫിലിക് സോൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് സോൾ. ഇപ്പൊ ലയോഫോബിക് എന്തായിരിക്കും, ലെസ് അട്രാക്ഷൻ ആയിരിക്കും. ഗോൾഡ് സോൾ ആണ് എക്സാമ്പിൾ. ആ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നോക്കൂ, ലയോഫിലിക്കിന്റെ കേസ് അവർ ഓൾറെഡി അട്രാക്ട് ചെയ്യും, അവർ ഓൾറെഡി ലവിങ് ആണല്ലോ. ലവിങ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, നമുക്കത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സിംപ്ലി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സിംപ്ലി കണ്ടോ, ഫോംഡ് ബൈ സിംപ്ലി മിക്സിംഗ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. പക്ഷെ ലയോഫോബിക് എന്ന് പറഞ്ഞാൽ അവർ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ഒന്നിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ മെത്തേഡ്സ് ആർ റിക്വയർഡ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ് ലയോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്, നമ്മൾ സിംപ്ലി മിക്സ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അത് റിവേഴ്സിബിൾ ആണ്. ലയോഫോബിക് റിവേഴ്സിബിൾ ആണ്. ലയോഫിലിക് എന്താണ്, സ്റ്റേബിൾ ആണ്. ലയോഫോബിക് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ സാനിറ്ററി കെമിസ്ട്രി ഇതുപോലെ HSAB പ്രിൻസിപ്പളിന്റെ കേസിൽ നമ്മൾ നോക്കിയതായിരുന്നു. ഡിവിഷന്റെ കേസിലൊക്കെ നമ്മൾ നോക്കിയ സമയത്ത് ഇതുപോലെ 2 കേസും, സോഫ്റ്റ് ആസിഡ് സോഫ്റ്റ് ബേസ്, ആ കേസ് ഇതുപോലെ ക്ലാസിഫിക്കേഷൻ വന്നതാണ്. അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതുമാണ്. നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് കേട്ടോ. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ അനുസരിച്ച് മൾട്ടി മോളിക്കുലർ, മാക്രോ മോളിക്കുലർ, അതുപോലെ അസോസിയേറ്റഡ് കൊളോയിഡ്സ്, അങ്ങനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മൾട്ടി മോളിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് വിത്ത് അസോസിയേഷൻ ഓഫ് ആറ്റംസ് ഓഫ് സ്മോളർ മോളിക്യൂൾസ്. ഡയമീറ്റർ ശ്രദ്ധിക്കുക, ലെസ് ദാൻ 1 നാനോമീറ്റർ. ഓക്കെ, 1 നാനോമീറ്ററിന് ഡയമീറ്റർ ലെസ് ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, അസോസിയേഷൻ വഴി ഉണ്ടാവുന്ന കൊളോയിഡ്സ് ആണ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതലും ഇതുണ്ട്, എന്ത് മോളിക്യൂൾസ് ഉണ്ട്, അത് ചേരുകയാണ്. പക്ഷെ അതിന്റെ സൈസ് മാത്രം നോക്കുക, എന്താണ്, ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഗോൾഡ് സോൾ എന്ന് പറയുന്നത്. ഇനി മാക്രോ മോളിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, മാക്രോ മീൻസ് എന്താ, വലിയ സൈസ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാ, മോളിക്യൂൾസ് ചേരുന്നത് തന്നെയാണ്, പക്ഷെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ച് വലിയ സൈസ് ആയിരിക്കും. അതാണ് ഈ മാക്രോ മോളിക്യൂൾസ് വിത്ത് പാർട്ടിക്കിൾ സൈസ്. കുറച്ചധികം സൈസ് ഉള്ള മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്ത് ഉണ്ടാവുന്നതാണ് മാക്രോ മോളിക്കുലർ. എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെ. നെക്സ്റ്റ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആണ്. അത് നമ്മൾ മിസല്ലേസ് എന്ന് പറയാറുണ്ട്. മിസല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ട സോപ്പിന്റെ കാര്യം കേട്ടോ. സോപ്പിന്റെ കേസിൽ there are some substances which at low concentration behave as normal strong electrolytes, but at higher concentration they exhibit colloidal behavior. അപ്പൊ അസോസിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോ കോൺസെൻട്രേഷനിൽ അത് എന്താണ്, നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും. പക്ഷെ ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അതൊരു കൊളോയിഡൽ ബിഹേവിയർ കാണിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ അസോസിയേറ്റഡ് എന്ന് പറയുന്നത്, അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ആണ് അതിന്റെ പ്രിപ്പറേഷൻ. അത് ജസ്റ്റ് നോക്കിയാൽ മതി, സിലബസിൽ കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതാണ്. അതായത് ഇങ്ങനെയൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഒന്ന് ബ്രെഡിക് ആർക്ക് മെത്തേഡാണ്. ഓക്കെ, രണ്ടാമത്തെ പെപ്റ്റൈസേഷൻ, നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോപ്പർട്ടീസ്. അതൊന്ന് നോട്ട് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണെന്നുള്ളത് ചോദിക്കില്ല,
പക്ഷെ അതൊരു കൊളോയിഡിന്റെ പ്രോപ്പർട്ടി ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കൂ, ടിൻഡൽ എഫക്ട്. ടിൻഡൽ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഈ ഓട് വീടുകളിൽ അല്ല വെച്ച് കഴിഞ്ഞാൽ ഈ ജനലിലൂടെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ലൈറ്റ് ലൈറ്റ് ഇങ്ങനെ ഒരു ലൈനിൽ ലൈറ്റ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതിനകത്ത് നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ തിരിയുന്നത് ആയിട്ട് അതിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് എൻവയോൺമെന്റിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ലൈറ്റിലൂടെ നമുക്ക് കറക്റ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഈ ഓടിട്ട് വീടുകളിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണ്ടത്തെ വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ടിൻഡൽ എഫക്റ്റ് ആണ് ആക്ച്വലി. നമുക്ക് വെൻ ദ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് ഇസ് പാസ് ത്രൂ കൊളോയിഡിലൂടെ ഒരു സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്ത് ഓഫ് ബീം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ടേംഡ് ആസ് ദ ടിൻഡൽ എഫക്ട്. ഓക്കെ, ഇനി ഈ ടിൻഡൽ എഫക്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ? കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ലെ, കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ഐ മീൻ ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കുന്നുണ്ട് ആര്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് കേട്ടോ. ഇത് കണ്ടുപിടിച്ചത് സിഗ്മോണ്ടി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഏത് വഴിയാണ്? അൾട്രാ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന അത് വെച്ചിട്ടാണ് അവര് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ബ്രൗണിയൻ മൊമെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം PSC ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഏതൊക്കെയോ എക്സാമുകളിൽ കേട്ടോ. ഇതിനാണ് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ചോദിച്ചതാണ്. സിക്സാക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതിനെന്താ പറയുക എന്നുള്ളത്, ബ്രൗണിയൻ മൊമെന്റ് കേട്ടോ. നെക്സ്റ്റ് ചാർജ് ആണ്. അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ചാർജ് ക്യാരി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോഫോറസിസ്. എന്താ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ് അവിടെ പറയുന്നത് ടുവേർഡ്സ് ആനോഡ് ഓർ കാഥോഡ്. എവിടേക്ക് വേണമെങ്കിലും ആവാം. ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൂവ്മെന്റ് ഉണ്ടാവും കൊളോയിഡൽ പാർട്ടിക്കിൾസിന്. അതിനെ നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സെറ്റിലിംഗ് ആണ്. ഓക്കെ, ഇനി എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ when the excess of electrolyte is added to the colloidal solution, negative ion causes the precipitation of positively charged salt and vice versa. ഇനി ഇതിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് പ്രോപ്പർട്ടീസ്, ഇതിനകത്ത് ഏതൊക്കെയാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് ഹാർഡി-ഷൂൾസ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂളിൽ പറയുന്നത് ഗ്രേറ്റർ ദ ചാർജ് ഓഫ് ദ കൊയാഗുലേറ്റിംഗ് അയോൺ ആഡഡ്, അതായത് ചാർജ് കൂടുന്തോറും ഗ്രേറ്റർ വിൽ ബി ദ പവർ ഓഫ് കൊയാഗുലേഷൻ. കൊയാഗുലേഷന്റെ പവർ എവിടെ എന്ത് ചെയ്യും? കൂടും. അതാണ് ഹാർഡി-ഷൂൾസ് റൂൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ദ കൊയാഗുലേഷൻ ഓഫ് ദ നെഗറ്റീവ് സോൾ, ദ ഫോക്കുലേറ്റിംഗ് പവർ ഈസ് ഇൻ ദ ഓർഡർ Al3+. ചാർജ് നോക്കൂ നിങ്ങൾ, അലുമിനിയത്തിന്റെ 3+, ബേരിയം 2+, സോഡിയം പ്ലസ്. അതിന്റെ ഓർഡർ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ചാർജ് കൂടുന്തോറും അതിന്റെ കൊയാഗുലേഷന്റെ വാല്യൂ എന്ത് ചെയ്യാണ്? കൂടുകയാണ് കേട്ടോ. അങ്ങനെ. നെക്സ്റ്റ് എമൾഷൻ ആണ്. എമൾഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ? ഡിസ്പേർഷൻ ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും എന്ത് തന്നെയാണ്? ലിക്വിഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എമൾഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ് ആയിരിക്കും, കൺസിസ്റ്റിംഗ് ഓഫ് 2 ഇമ്മിസിബിൾ ലിക്വിഡ് ഫേസസ്. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഈ മയണൈസ്. മയണൈസ് അറിയാമല്ലോ. അതുപോലെ മിൽക്ക്, ലോഷൻസ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. 2 ടൈപ്പ് എമൾഷൻസ് ഉണ്ട്. ഒന്ന് ഓയിൽ ഇൻ വാട്ടറും അതുപോലെ തന്നെ വാട്ടർ ഇൻ ഓയിലും. അപ്പൊ അതിന് അവിടെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയും. ഓയിൽ ഇൻ വാട്ടറിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ ഓയിൽ ഫേസ് ആയിരിക്കും ഡിസ്പേഴ്സ്ഡ് ഇൻ കണ്ടിന്യൂസ് അക്വസ് ഫേസ്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഓയിൽ ആയിരിക്കും. എക്സാമ്പിൾ ആണ് മിൽക്ക്, വാനിഷിംഗ് ക്രീം, ഓക്കെ. ഇനി അതിലുള്ള എമൾസിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഗം ആണ്. എന്താണ് എമൾസിഫൈങ് ഏജന്റ് എന്ന് പറഞ്ഞുതരാം. അതുപോലെ വാട്ടർ ഇൻ ഓയിലിന്റെ കേസ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്തായിരിക്കും, അതുപോലെ തന്നെ ഡിസ്പേർഷൻ മീഡിയം എന്തായിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ. എന്റെ എക്സാമ്പിൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എമൾസിഫൈങ് ഏജന്റ്സ് ലോങ് ചെയിൻ ആൽക്കഹോൾസ്, ലാം ബ്ലാക്ക് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് എമൾഷൻസ് ആണ്. നോക്കൂ, എമൾഷൻസ് ഫോം ഡൈനാമിക് ഇൻഹോമോജീനിയസ് സ്ട്രക്ചേഴ്സ് ഓഫ് സ്മോൾ ലെങ്ത് സ്കെയിൽ. അത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇൻഹോമോജീനിയസ് സ്ട്രക്ചേഴ്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി എമൾഷൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അൺസ്റ്റേബിൾ ആയിരിക്കും. എപ്പോഴും ഇത് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. ആ ഒരു അൺസ്റ്റെബിലിറ്റി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ത്? എമൾസിഫൈങ് ഏജന്റ് അല്ലെങ്കിൽ എമൾസിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ സർഫാക്ടൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് എമൾസിഫൈങ് ഏജന്റ്, എമൾസിഫയർ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Emulsions are prepared by continuous mixing or agitation of the 2 phases. 2 ഫേസസിന്റെ കണ്ടിന്യൂസ് മിക്സിങ്ങോ അല്ലെങ്കിൽ അജിറ്റേഷൻ മീൻസ് ഇളക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുവഴി നമുക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും.
When kept for longer periods of time or in case of absence of an emulsifying agent, the phases of the emulsion tends to separate. അതായത് ഒരുപാട് നേരത്തേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് എമൾസിഫൈങ് ഏജന്റ് ഒന്നും ഇല്ലാതെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സെപ്പറേറ്റ് രണ്ട് ഫേസ് എന്ത് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ക്രാക്കിംഗ് ഓഫ് എമൾഷൻ അല്ലെങ്കിൽ ഫേസ് ഇൻവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് എമൾസിഫൈങ് ഏജന്റ്സ്. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. അതായത് എന്താണ്? അത് അൺസ്റ്റേബിൾ ആണ്. എമൾഷൻ എന്ന് പറയുന്നത് എന്താണ്? അൺസ്റ്റേബിൾ ആയിരിക്കും. സോ അതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എമൾസിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ആക്ട് ഓൺ ദ ഇന്റർഫേസ് ആൻഡ് ഇൻക്രീസ് ദ കൈനറ്റിക് സ്റ്റെബിലിറ്റി ഓഫ് ആൻ എമൾഷൻ. ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ രണ്ട് ഫേസിന്റെ ഇടയ്ക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും സെപ്പറേറ്റ് ആയി നിൽക്കില്ല. നമ്മളിപ്പോ ഒരു വാട്ടറിനകത്ത് നമ്മൾ ഓയിൽ ചെയ്ത് കഴിഞ്ഞാലേ അതിങ്ങനെ ഇങ്ങനെ പാറി നിൽക്കണം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഇന്റർഫേസ് എന്ത് ചെയ്യുക? ആ ഇന്റർഫേസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് സോ ദാറ്റ് ദ സൈസ് ഓഫ് ദ ഡ്രോപ്ലെറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ടൈം. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ബാങ്ക്രോഫ്റ്റ് റൂൾ കേട്ടോ. അപ്പൊ ഈ ബാങ്ക്രോഫ്റ്റ് റൂൾ എന്ന് പറയുന്നത് എമൾസിഫൈങ് ഏജൻസുമായി ബന്ധപ്പെട്ടാന്നുള്ളത് ഓർത്ത് വെക്കുക. എമൾസിഫയേഴ്സും അതുപോലെ തന്നെ എമൾസിഫൈങ് പാർട്ടിക്കിൾസ് ടെൻസ് ടു പ്രൊമോട്ട് dispersion of the phase in which they do not dissolve very well. Okay, അതായത് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യരുത്? ഡിസോൾവ് ചെയ്യാതിരിക്കാനായിട്ട് ഈ ഡിസ്പേർഷൻ എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും. എമൾസിഫയേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് രീതിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. എക്സാമ്പിൾ നോക്കൂ. പ്രോട്ടീൻ ഡിസോൾവ് ബെറ്റർ ഇൻ വാട്ടർ ദാൻ ഓയിൽ ആൻഡ് സോ ടെൻ ടു ഫോം ഓയിൽ ഇൻ വാട്ടർ എമൾഷൻ. ഓയിൽ ഇൻ വാട്ടർ എമൾഷൻ ആണ് ആര് ഫോം ചെയ്യുന്നത്? പ്രോട്ടീൻ കേട്ടോ. പ്രോട്ടീൻ ഡിസോൾവ്സിന്റെ കേസ് കേട്ടോ, ഡിസോൾവിങ്ങിന്റെ കേസ്. അടുത്ത എമൾസിഫയേഴ്സ് ദാറ്റ് ആർ മോർ soluble in water generally form oil in water emulsion, while emulsifiers that are more soluble in oil will form water in oil emulsion. മാറിപ്പോകരുത് അത് കേട്ടോ. അതായത് മോർ സോളിബിൾ ആയിട്ടുള്ള വാട്ടറിൽ മോർ സോളിബിൾ ആയിട്ടുള്ള എമൾസിഫയേഴ്സ് എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ആണ് ഫോം ചെയ്യുക. ഒരെണ്ണം ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് എമൾസിഫിക്കേഷൻ ആണ്. കുറെ പ്രോസസ്സ് ഉണ്ട് ഇതിന്റെ മെക്കാനിസം പറയാനായിട്ടുള്ളതാണെങ്കിൽ. നമ്മൾ മൂന്നെണ്ണമാണ് ജസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സർഫസ് ടെൻഷൻ തിയറി, റിപ്പൾഷൻ തിയറി, വിസ്കോസിറ്റി മോഡിഫിക്കേഷൻ. സർഫസ് ടെൻഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് സർഫസ് ടെൻഷൻ എന്താണെന്ന് അറിയാമല്ലോ. അതായത് സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. റിഡക്ഷൻ ഓഫ് ഇന്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ ടു ഫേസസ്. രണ്ട് ഫേസസിന്റെയും ആ ഒരു ടെൻഷൻ, സർഫസ് ടെൻഷൻ എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് റിപ്പൾഷൻ തിയറിയാണ്. ഈ തിയറിയിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എമൾസിഫൈങ് ഏജന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസിൽ ടോട്ടലായിട്ട് ഒരു ഫിലിം പോലെ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ഫിലിം പോലെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്? രണ്ടുപേരും തമ്മിലൊരു റിപ്പൾഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യല്ലേ, അപ്പൊ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണത്. അങ്ങനെ ആ റിപ്പൾസീവ് ഫോഴ്സ് എന്ത് ചെയ്യും? ഈ ഡിസ്പേർഷൻ മീഡിയത്തിൽ അങ്ങനെ റിമെയിൻ ചെയ്ത് നിൽക്കും. അതാണ് റിപ്പൾഷൻ തിയറി. നെക്സ്റ്റ് വിസ്കോസിറ്റി മോഡിഫിക്കേഷൻ ആണ്. അക്കേഷ്യ പോലെയുള്ള കാർബോക്സി മീഥൈൽ സെല്ലുലോസ് പൊളിത്തീൻ ഗ്ലൈക്കോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, എമൾജൻസ് ആണ്. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ മീഡിയത്തിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഹെൽപ്സ് create and maintain the suspension of globules of the dispersed phase. ഓക്കെ, അതായത് ഗ്ലോബ്യൂൾസ്, അതായത് ഡ്രോപ്ലെറ്റ്സ് പോലെയുള്ള ആൾക്കാരില്ലേ, ഡ്രോപ്ലെറ്റ്സ് ചേർന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളത് ക്രിയേറ്റ് ചെയ്ത് നിൽക്കും വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 3 തിയറീസ്. നെക്സ്റ്റ് ഇൻസ്റ്റബിലിറ്റീസ് ഇൻ എമൾഷൻ ആണ്. അതിന്റെ പ്രോപ്പർട്ടീസ് കുറെ നേരത്തേക്ക് റീറ്റെയിൻ ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ആ ഒരു എബിലിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെബിലിറ്റി ഓഫ് ആൻ എമൾഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നേരത്തെ ഓപ്പോസിറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. ഫ്ലോക്കുലേഷൻ, കൊയാലിസൻസ്, ക്രീമിങ്, പോസ്റ്റ് വാൾ റൈറ്റനിങ്. ഇത് എന്താണെന്നുള്ളത് കൂടുതൽ അറിയൊന്നും വേണ്ട. ജസ്റ്റ് ഇതിന്റെ ആ നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലേ, അതുപോലെ അതിന്റെ ഇൻസ്റ്റബിലിറ്റീസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്ലോക്കുലേഷൻ, when the particles or droplets the dispersed phase aggregate together. ഈ ഡ്രോപ്ലെറ്റ്സ് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ അക്കൗണ്ട് ഓഫ് ദ അട്രാക്റ്റീവ് ഫോഴ്സസ്, ദിസ് ഫിനോമിനൻ ആണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചേർന്ന് വരുന്ന സമയത്ത് അതെന്താണ്? അൺസ്റ്റേബിൾ സിസ്റ്റം ആയിട്ട് മാറുക എന്ന് പറയുന്നത്. ഈ ഓയിൽ ഇൻ വാട്ടറിലായിരിക്കും കൂടുതലും ഈ ഫ്ലോക്കുലേഷൻ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അടുത്താണ് കൊയാലിസൻസ് എന്ന് പറയുന്നത്. അതെന്താ? ഡിസ്കണ്ടിന്യൂസ് ഫേസ്, അതായത് when the droplets of discontinuous phase bump into each other to form a larger droplet, thus increasing the average particle size over time. അതായത് ചെറിയ ഈ പറയുന്ന ഡ്രോപ്ലെറ്റ്സ് ചേർന്ന് എന്തായിരുന്നു? വലിയൊരു ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറുന്നു. അതിനെയാണ് കൊയാലിസൻസ് എന്ന് പറയുന്നത്. അതൊരു ഇൻസ്റ്റബിലിറ്റി ആണ്.
നെക്സ്റ്റ് ക്രീമിംഗ് ആണ്. ഓക്കെ, അതായത് ബോയൻസിയുടെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാവുന്ന ഒരു ഇൻസ്റ്റബിലിറ്റി ആണ് ക്രീമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓസ്റ്റ്വാൾ റൈപ്ലിംഗ് ആണ്. അതെന്ന് പറയുന്നത് എന്താ, അതായത് എത്ര ടൈം ആയി കഴിഞ്ഞാലും അതിന്റെ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കേസാണ് എന്ത്, ഓസ്റ്റ്വാൾ റൈപ്നിങ് എന്ന് പറയുന്നത്. ഓസ്റ്റ്വാൾ റൈപ്നിങ് എന്ന് പറയുന്നത് വാട്ടർ ഇൻ ഓയിൽ എമൽഷൻസിലാണ് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ എമൽഷൻസിന്റെ യൂസസ് എന്ന് പറയുന്നത് ഫുഡിലുണ്ട്, ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കും, കെമിക്കൽ സിന്തസിസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക ഏതിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വായിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് കൊളോയിഡ്സ് അറൌണ്ട് അസ് ആണ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള കൊളോയിഡ്സിന്റെ കേസ് ആണ്. നമ്മുടെ സ്കൈ കളർ ഇസ് ബ്ലൂ, ബ്ലഡ്, അതുപോലെ തന്നെ സോയിൽസ്, ഡെൽറ്റ ഫോർമേഷൻ, ലിക്വിഡ് എയറോസോള്, ദെൻ സോളിഡ് എയറോസോൾ, ഫോം, എമൾഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എന്താണ് കൊളോയിഡ്സ് നമ്മൾ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കൊളോയിഡ്സ് ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് വരുന്നത് തന്നെയാണ്. ഓക്കെ, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ അല്ലെ നമുക്കറിയാം സ്കാറ്ററിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, സ്കൈ ബ്ലൂ ആയിട്ട് നമുക്ക് കാണുന്നതെന്ന് അറിയാം അല്ലെ. അപ്പൊ അത് കൊളോയിഡ്സിന്റെ സ്കാറ്ററിങ് എന്ന് പറയുന്നത് അതൊരു പ്രോപ്പർട്ടി ടിൻഡൽ എഫക്റ്റ് അല്ലേ ഇത്. ഓക്കെ, അതുപോലെ ബ്ലഡിന്റെ കേസിൽ വരുന്നുണ്ട് ആൽബുമിൻ പ്രോട്ടീൻ കണ്ടെയ്ൻ റെസ്പിറേറ്ററി പിഗ്മെന്റ്സ് ദാറ്റ് ആർ വാട്ടർ സോല്യൂബിൾ. ഓക്കെ, അപ്പൊ അതിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയം ഉണ്ട് ബ്ലഡിൽ. അതുപോലെ സോയിൽസിന്റെ കേസിലുണ്ട് പ്രൊട്ടക്റ്റഡ് കൊളോയിഡ്സ് ഉണ്ട് സോയിൽസിന്റെ കേസിൽ. അതുപോലെ ഡെൽറ്റ ഫോർമേഷൻ എന്താണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് സോയിൽ ഫോർമേഷൻ ആണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്, റിവർ വാട്ടർ അതുപോലെ സീ വാട്ടർ എല്ലാം ചേർന്നിട്ട്. അതുപോലെ തന്നെ ലിക്വിഡ് എയറോസോൾ പറഞ്ഞ പെർഫ്യൂംസ് അതിനകത്തുണ്ട് ഉപയോഗിക്കുന്നത്, സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ മോസ്കിറ്റോ ഇൻസെക്ട് അതിന്റെ റിപ്പലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ സ്മോക്കും അതുപോലെ ഫോഗും കൂടെ ചേർന്നതിന് നമ്മൾ എന്ത് പറയാ, സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു കൊളോയിഡൽ മെറ്റീരിയൽ ആണ്. അതുപോലെ സോളിഡ് എയറോസോൾ ഉണ്ട്, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സ്മോക്ക്, അതുപോലെ മാൻമെയ്ഡ് ഫയർ സ്മോക്ക് കാരീസ്, അങ്ങനെയുള്ള ഫയർ സ്മോക്ക്, ഇതെല്ലാം സോളിഡ് എയറോസോളിനകത്ത് വരുന്നതാണ്. പിന്നെ സിംപ്ലി ഡസ്റ്റ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഫോമിൽ വരുന്നതാണ് എന്താ, ഷേവിംഗ് ക്രീം എല്ലാം വരുന്നത്, വിപ്പിംഗ് ക്രീം, അങ്ങനെയുള്ള കേസുകൾ. പിന്നെ എമൽഷൻസിന്റെ കേസ് നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ ക്രീം എല്ലാം ഉപയോഗിക്കില്ലേ, നമ്മൾ പോൺസിന്റെയും ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയുള്ള ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, കോസ്മെറ്റിക് ലോഷൻസ്. അപ്പൊ അതെല്ലാം എമൽഷൻസിനകത്ത് വരുന്നു. പിന്നെ മയണൈസ്, അത് പിന്നെ അറിയുന്നതാണല്ലോ മയണൈസ്, അതെല്ലാം എമൽഷൻ എന്നുള്ള എക്സാമ്പിളിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തുള്ള സർഫസ് കെമിസ്ട്രി അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളത്. സോ ഇത് കഴിഞ്ഞ് ഞാൻ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ MCQs ഇടുക. അപ്പൊ അതെന്തായാലും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.